ഒന്ന്. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം സുശീല ഗാർഗി. 2. 2025 സെപ്റ്റംബറിൽ താപ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏത്? 2025 സെപ്റ്റംബറിൽ താപ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. 3. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഉത്തരം 2025 മെയ് 2. 4. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയൻ സംഘടിപ്പിക്കുന്ന കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദിയാകുന്നത് എവിടെ? വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയൻ സംഘടിപ്പിക്കുന്ന കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദിയാകുന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. 5. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് ആരാണ്? സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് ആരാണ്? ഉത്തരം രാജേഷ് രവീന്ദ്രൻ. 6. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം മുഹമ്മദ് ഫർഹാൻ. 7. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഏത്? ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 8. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യത പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം വർക്കല കുന്നുകൾ. 9. ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്? ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. 10. ലോക ഹിന്ദി ദിവസ് എന്നാണ്? ലോക ഹിന്ദി ദിവസ് എന്നാണ്? ഉത്തരം ജനുവരി 10. ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്? സെപ്റ്റംബർ 14. ലോക ഹിന്ദി ദിവസ് എന്നാണ്? ജനുവരി 10. 11. 18ാമത് മലയാറ്റൂർ അവാർഡ് അർഹനായത് ആരാണ്? 18ാമത് മലയാറ്റൂർ അവാർഡ് അർഹനായത് ആരാണ്? ഉത്തരം ഇ സന്തോഷ് കുമാർ. താപോമ്മയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 18ാമത് മലയാറ്റൂർ അവാർഡ് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. 12. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. 13. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഉത്തരം ജസ്റ്റിസ് BR ഗവായ്. 14. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആര്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആര്? ഉത്തരം പൂനം ഗുപ്ത. 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഉത്തരം മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. 16. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം മൻമോഹൻ സിംഗ്. 17. ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ഉത്തരം IIM അഹമ്മദാബാദ്. 18. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറും ആയ വ്യക്തി ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറും ആയ വ്യക്തി ആരാണ്? ഉത്തരം P തങ്കച്ചൻ. 19. 2025 സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരെന്ത്? 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ റാഹത്ത്. 20. ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിലാണ് INS ആരാവല്ലി കമ്മീഷൻ ചെയ്യും? ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിലാണ് INS ആരാവല്ലി കമ്മീഷൻ ചെയ്യും? ഉത്തരം 2025 സെപ്റ്റംബർ 12. 21. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ചൈന.
2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏത്? 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. 23 അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏത്? അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എന്ത്? ഉത്തരം ആലത്തൂർ തടാകം. 24 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരാണ്? ഉത്തരം ഷോർലി വാസു. 25 വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം വകുപ്പ് രൂപീകരിക്കുന്ന ബോർഡ് ഏതാണ്? വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം വകുപ്പ് രൂപീകരിക്കുന്ന ബോർഡ് ഏതാണ്? ഉത്തരം കേരള വനം ഇപ്പോൾ ടൂറിസം വികസന ബോർഡ്. 26 പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി അറിയപ്പെടുന്ന ഓപ്പറേഷന്റെ പേരെന്ത്? പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി അറിയപ്പെടുന്ന ഓപ്പറേഷന്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. 27 ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം KS ചിത്ര. 30 ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയി വിഭാവനം ചെയ്ത കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയി വിഭാവനം ചെയ്ത കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ആദി സംസ്കൃതി. താങ്ക് യു.